ഓക്കെ. ഇപ്പൊ എവിടെ നമ്മൾ നോക്കണ്ട ഈ പരിപാടി ഉദ്ഘാടനം പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. 7-ാം വാർഡിലെ GT റോഡിന് MLA ഫണ്ട് കിട്ടി 15 ലക്ഷം. അത് സന്തോഷകരമായി ഈ പരിസരവാസികളുടെ സഹായത്തോടു കൂടി ഞങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. അത് പണി ഉദ്ഘാടനത്തിന് വന്ന നമ്മുടെ നാട്ടിലെ MLA ബഹുമാനപ്പെട്ട തിരുവനന്തപുരം അവരുടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അധ്യക്ഷയായി നമ്മുടെ അഞ്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനനന്ദന അവരുടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹ പ്രഭാഷണനായി എത്തിയിരിക്കുന്ന നമ്മുടെ ഇടവ വികാരി ജോസഫ് മുരിങ്ങത്തേരിയച്ചനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ അഞ്ചിക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാനുക ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 15-ാം വാർഡ് മെമ്പർ സരിത സുരേഷിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മോഹനേട്ടനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടന പ്രഭാഷണനായി MLA അധ്യക്ഷയായി ജീനനന്ദനെ പ്രസ്ഥാനത്തെ ക്ഷണിക്കുന്നു. സ്വാഗതം പറഞ്ഞ ഈ വാർഡിലെ മെമ്പർസിലേക്ക് ഇവിടെ ഉദ്ഘാടനകർമ്മ നിർവഹിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട MLA മുരുകേട്ടൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാനക ടീച്ചർ, സഹപ്രവർത്തകരായ മെമ്പർമാരായ സോജേഷ് രഞ്ജിത്തേട്ടൻ, അതുപോലെ നമ്മുടെ ഫാദർ. ഇവിടെ GT റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ MLA നിർവഹിച്ചത്. വളരെ നാളുകളായി MLA ഫണ്ട് 2022 ഫണ്ടിൽ നിന്ന് 15 ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി MLA അനുവദിച്ചിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ വാർഡിലെ മെമ്പർ പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഉദ്ഘാടനത്തിൽ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ബ്ലോക്കിലായാലും കോൺട്രാക്ടറെ വിളിക്കലും മേക്സിയിലെടുത്തും ഒരുപാട് കുറേ എന്നോട് വിളിക്കാൻ പറയും. അപ്പോൾ ഞാനും കൂടി പറയാറുണ്ട്. പോയി ബ്ലോക്കിലൊക്കെ പോയി പറഞ്ഞ് മെമ്പറും നിരന്തരമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ റോഡ് ഈ സ്ഥിതിയിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് സാധിച്ചത്. ഒരു കൊല്ലത്തോളം ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതെടുത്ത് പറയാൻ എന്താ നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള ഇനി എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത്. അതുപോലെ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങളോട് സംസാരിക്കും എന്നുള്ളതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. എന്തായാലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നലെ ഞാനിവിടെ ഇതിന് വരുന്നുണ്ടായി. രണ്ടൊരു പയ്യൻ മറ്റൊരു സ്ഥലത്ത് നിന്ന് പയ്യൻ അന്തിക്കാട് കുളത്തിൽ വീണ് പെട്ടെന്ന് വരാൻ പറ്റും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇവിടെയല്ലേ നമ്മുടെ റോഡ്, നാളെ ഈ പരിപാടി നടത്തണോ നടത്തണ്ടെന്ന് പോലും മനസ്സിലാക്കി. നല്ലൊരു പയ്യൻ, എത്ര 28 ഇച്ചിരി അനക്കമുണ്ട് എന്നൊന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പെരുന്നാളും ഇവിടെ ആഘോഷിക്കുന്നത്. പിന്നെ നമ്മുടെ പാതുബ ഹോസ്പിറ്റലിൻ്റെ പ്രാഥമികമായ നടപടിക്രമങ്ങൾ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവർ ഉറപ്പിച്ചു. അത് ചെറിയൊരു മൈനസ് പറഞ്ഞു, അതിവിടെ പറയുന്നില്ല. എന്താണ് മരണപ്പെടാനുള്ള കാരണം അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. പെരുന്നാളിൻ്റെ ആഘോഷം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ആവട്ടെ, എന്തായാലും ആ ഒരു വർഷം കൂടിയാണ് ഈ ബാറ്ററി വരുമ്പോൾ ഇപ്പോൾ വന്നപ്പോൾ